ചേച്ചി ഈ വീട്ടിലെയും ആണെന്നും ഈ നാട്ടിലാണെന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ എണ്ണപ്പയർന്നാ പറയണ. കണ്ടമാനം പരിസരവാസികളെല്ലാം കണ്ട് വർഷങ്ങൾ കൂടിയൊക്കെ പലരെയും പടവലങ്ങ ചെറുപയറ് ഇട്ട തോരൻ. അപ്പം പടവലങ്ങ അടുപ്പത്ത് വെച്ചേക്കണേ. പടവലങ്ങ ഇച്ചിരി വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി, ഉപ്പ്, ഇച്ചിരി മുളക് പൊടി. ഇതെന്നാന്ന് വെച്ചാൽ പടവലങ്ങ തോരന് വേണ്ടിയാ. വെറും തോരനല്ല. സാധാരണ നിങ്ങൾ പടവലങ്ങ വെണ്ടയ്ക്കൊക്കെ കൂട്ടി തോരനല്ലേ കാണണേ. ഇത്തവണ ഇതിന്റെ കൂടെ വേറൊരു ഐറ്റം ചേർക്കുന്നുണ്ട്. അത് ഇവള് പറഞ്ഞിട്ട് അത് ചേർക്കണതാ. അത് ഇവള് എവിടെന്നോ കഴിച്ചു, ഏതോ ഹോട്ടലിൽ നിന്നാന്ന് തോന്നണോ. കഴിച്ചപ്പോ സദ്യയിലും എങ്ങാണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ആ കറിയൊന്നും ഉണ്ടാക്കാന്ന് ഓർത്ത എത്ര കണ്ട് ശരിയാവും എന്നറിയില്ല. ഏതായാലും പടവലങ്ങി അരിഞ്ഞിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് പറയാം എന്നെ ആ ഐറ്റം ചേർക്കണേന്നുള്ളത് കേട്ടോ. പടവലങ്ങിക്ക് വേവ് അധികം ഇല്ലെന്ന് അറിയാലോ. അപ്പൊ വെന്ത് കഴിയുമ്പോൾ നമുക്കത് ആഡ് ചെയ്ത് തേങ്ങയൊക്കെ ചേർത്ത് കടുക് പൊട്ടിച്ചിട്ട് കേട്ടോ. തോരനാണ് ഉണ്ടാക്കണേ. അപ്പൊ ഓക്കെ. ചൂട് കാരണം വർത്താനം പോലും പറയാൻ വിഷമായി തുടങ്ങിയില്ലേ. 10 മണിയായപ്പോഴേ ചൂടായി. എല്ലാവർക്കും ചൂടാന്നറിയാം. അപ്പം ആർക്കെങ്കിലുമൊക്കെ മഴയൊക്കെ കിട്ടിയോ? മഴ കിട്ടിയാലും പിറ്റേ ദിവസം പോലെ ചൂടാ അല്ലേ. നല്ല ചൂടാ. 2 ആഴ്ചത്തേക്ക് അന്യായി ചൂടാന്നൊക്കെയാണ് മാധ്യമങ്ങളിലും പേപ്പറിലും ഒക്കെ വന്നത്. എന്നാ ചെയ്യണ, പരമാവധി എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്യുക, വെയിലധികം ഏക്കാതിരിക്കുക അല്ലേ. ജോലിക്കൊക്കെ പോണവർക്ക് നിവൃത്തിയില്ല. അല്ലാതെ വീടുകളിലൊക്കെ ഇരിക്കുന്നവരൊക്കെ പരമാവധി വെയിലൊക്കെ കൊള്ളാതെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ എന്നാ ഇതിന് മറുപടി പറയണേ. എനിക്കുമൊക്കെ ഉണ്ട് ചൂടിൻ്റെ. വേറെ ഇതേ ചൂടുകുരുക്കള്, ഇതേ ചൂട്, ഇതേ കേൾക്കണ്ടോ. ഇങ്ങനെ എനിക്ക് എല്ലാ വർഷവും ചൂട് കൂടിക്കഴിയുമ്പോൾ അതിന് ഓയിൻമെന്റ് തൂക്കാറുണ്ട് ഞാൻ. ഇപ്പം അതൊക്കെ തൂത്താണ് ഇരിക്കുന്നത്. കഴുത്തിന്റെ പുറകിൽ ഇതുപോലെ മുടിയുടെ. അതുകൊണ്ട് ഞാൻ പൊക്കി അങ്ങ് വെക്കും ഇവിടം വരെ. ഇപ്പൊ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഇച്ചിരി താത്തി വെച്ചേക്കണതാ. മറ്റേത് ഇങ്ങനെ പൊക്കി അങ്ങ് വെക്കും. പൊക്കി അങ്ങ് വെച്ച് കെട്ടി വെക്കും. അപ്പൊ പിന്നെ അടിയിട്ട് അങ്ങനെ ഇഴുകൽ പോലെ അടിയൂല. അപ്പം അങ്ങനെയൊക്കെയാണ്. എല്ലാ വ്യക്തികൾക്കൊക്കെ ഉള്ളതാണ്. ശനിയാഴ്ച എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ, തറവാട് വീട്ടിൽ ഒരു പരിപാടിക്ക് പോയായിരുന്നു, കല്യാണ പരിപാടിക്ക്. അപ്പം ഒരുപാട് നാട്ടുകാരെ, വീട്ടുകാരെയും ബന്ധുക്കളും പിന്നെ കാണൂല, നാട്ടുകാരെ കണ്ട് അവർക്കെല്ലാം ഭയങ്കര സന്തോഷം. ചിലരൊക്കെ ഒന്നും അറിയില്ല ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന്. അവരുടെ ഭാര്യമാരെ പറഞ്ഞ ചേച്ചി ഇങ്ങനെ ഒരു ചാനൽ നടത്തുന്ന ചേച്ചിയാണ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞേക്കാം. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിലെ ചേട്ടൻ്റെ ഒരു മരുമകളെ ആദ്യം പരിചയപ്പെട്ടു. അയ്യോ ചേച്ചി റീൽസൊക്കെ ഉള്ള അതേന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി കോട്ടയംകാരിയാണ്. ഒരു വെളിയിലായിരുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പം നിർത്തി പോന്നാന്ന് പറഞ്ഞു. ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ പറയും, അയ്യോ ചേച്ചി ഇതൊന്നും നടത്തണമെന്ന് ഇവളെന്നോട് പറഞ്ഞില്ല. അപ്പം ആ പെൺകൊച്ചിൻ്റെ പേര് ഞാൻ പറഞ്ഞു. എന്നോട് പറയുവാണ്, ചേച്ചി ഈ വീട്ടിലെയും ആണെന്നും ഈ നാട്ടിലാണെന്നും അറിയില്ലായിരുന്നു എന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അങ്ങനെ കണ്ടമാനം പരിസരവാസികളെല്ലാം കണ്ട് വർഷങ്ങൾ കൂടിയൊക്കെ പലരെയും ഇങ്ങനെ പ്രായമായവരൊക്കെ കാണാൻ വളരെ സന്തോഷമായിരുന്നു. തലേദിവസത്തെ പരിപാടി ആയതുകൊണ്ട് പരിസരത്തുള്ളവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷമായിട്ട് പിരിഞ്ഞു എന്ന് പറയാം. എനിക്കും ഒരു നല്ല സന്തോഷമായിരുന്നു ഇന്നലെ വൈകിട്ട്. എല്ലാവരെയൊക്കെ വർഷങ്ങൾ കൂടി കാണാൻ പറ്റി. ഇപ്പം ഞാനീ പറഞ്ഞ വ്യക്തികളെ ഇത്രയേ ഉള്ള 2ലും 3ലും പഠിക്കുമ്പോൾ ഞാൻ പോകുന്നതാ ആ പയ്യനൊക്കെ. അപ്പം ഇപ്പം അവരൊക്കെ പ്രായമായി, മക്കളും ഒക്കെ ആയി. അപ്പം അങ്ങനെ ഞാൻ പറയുക, നമുക്ക് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ നല്ല സന്തോഷം. ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റഷായിരുന്നു. പിന്നെ ഇവളൊക്കെ ഞങ്ങളുടെ കസിൻസിൻ്റെ ഒക്കെ പിള്ളേരുടെയൊക്കെ കൂടെ ഇതിലൊക്കെ നടക്കുമായിരുന്നു. അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കണ്ടുമുട്ടിയ കാര്യം പറഞ്ഞതാ കേട്ടോ. അപ്പോൾ ഓക്കെ, കറി വേവട്ടെ കേട്ടോ. മൈക്കുണ്ടോ? അപ്പം നിങ്ങളോട് പറയാതെ തന്നെ ഓർത്തില്ല പറയാൻ. അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർത്ത. ഞാൻ ഒരു സവോളയും കൂടെ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇച്ചിരി കമ്മി ആയതുകൊണ്ടാട്ടോ പച്ചമുളക് ഇടാത്തതാ. പച്ചമുളക് ഇരിപ്പില്ല, അതുകൊണ്ടാണ്. പച്ചമുളക് ഇട്ടാൽ നല്ലതാണ്. ഞാൻ ഇച്ചിരി മുളക് പൊടി ഇട്ടേക്കണം. നോക്കട്ടെ ഫ്രിഡ്ജിലുണ്ടോന്ന് കേട്ടോ. മൂടി വെക്കാം. വെന്തിട്ടില്ല. വേവ് മുഴുവനും ആയി കഴിയുമ്പോഴാണ് ലാസ്റ്റ് സാധനം നമ്മൾ ചേർക്കണം. തേങ്ങ ചേർക്കണം കൂടെ കേട്ടോ. ഓക്കെ. അപ്പം ദേ പടവലങ്ങ ഏതാണ്ട് വേവായി. മുക്കാലും പടവലങ്ങയ്ക്ക് അധികം വേവില്ലെന്ന് അറിയാലോ. അപ്പം ദേ ഇനി ഞാൻ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കൂന്ന് പറഞ്ഞില്ലേ. ചെറുപയർ അല്ലെങ്കിൽ എണ്ണപ്പയർ അല്ലെങ്കിൽ പച്ചപ്പയർ അല്ലേ. ഞങ്ങള് എണ്ണപ്പയർ എന്നാ പറയണേ. അതെന്തുകൊണ്ടാ അങ്ങനെ പറയണേ? ചെറുപയർ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എണ്ണപ്പയർ എന്ന് പറയണത് ഈ ചെറുപയറിൻ്റെ പച്ചപ്പയറെന്ന് പറയാൻ പാടില്ല. ചെറുപയറിൻ്റെ മീതെ ഞാൻ കാണിച്ചു തരാതെ ഒരു ഇങ്ങനെ വഴുകലല്ല, ഒരു എണ്ണമയം പോലെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. വൻപയറിന് അതില്ല. അതുകൊണ്ടാണോ അങ്ങനെ പറയണേന്ന് എനിക്ക് അറിയില്ല. ചെറിയ ഒരു ഗ്ലേസിങ്ങാ. ഞാൻ കാണിച്ചു തരാം എടുക്കുമ്പോൾ. അത് എല്ലാവർക്കും അറിയാം. ഇപ്പം അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. എണ്ണപ്പയർ അല്ലെങ്കിൽ ചെറുപയർ എന്നാണ് നമ്മൾ പറയണത്. പിന്നെ പച്ചപ്പയറിന് ചില സ്ഥലത്ത് പറയും. പച്ചപ്പയർ എന്ന് പറയുമ്പോൾ ഈ അച്ചിങ്ങപ്പയറാണോന്ന് തെറ്റിദ്ധരിക്കൂലേ. അപ്പൊ ദേ ഇത് പറഞ്ഞു നിന്നാ കാര്യം നടക്കൂല. ദേ ഇത്
മൂടി പൊത്തി അതൊന്നും ബ്ലെൻഡായി കിട്ടണം. മുളക് ഇട്ടായിരുന്നു അല്ലേ? മുളക് പൊടി അതിൽ ചേർത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പച്ചമുളകാണ് ശരിക്കും തോരന് നല്ലത്. ഇപ്പൊ പച്ചമുളകിന്റെ ഞാൻ പറഞ്ഞില്ലേ, കാന്താരി ഇങ്ങി മഴ പെയ്ത് പൂത്തട്ട് വേണം ഉണ്ടാവാൻ. കംപ്ലീറ്റ് തീർന്നു കാന്താരി മുളക്. വരണ്ട് എത്ര വെള്ളം ഒഴിച്ചാലും ചോട്ടിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ അതങ്ങ് ഉണങ്ങി വരണ്ട് നിൽക്കും. അപ്പൊ അത് കാരണം പോയിട്ടില്ല, നിപ്പുണ്ട്. മഴയൊക്കെ പെയ്ത് തണുത്ത് കഴിയുമ്പോൾ മുളക് ഉണ്ടാവും. പിന്നെ തൈമുളക് നട്ടിട്ടുണ്ട്. ഇപ്പൊ കാന്താരി മുളക് ഇല്ല ഇപ്പം നമുക്ക് ഇനി ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ തേങ്ങ ഒതുക്കിയത് നമുക്ക് ചേർക്കാം. തേങ്ങ ഒതുക്കിയതിൽ തേങ്ങയും ചുമന്നുള്ളിയും ഒരു 2 തരി ജീരകം ഇട്ടിട്ടുണ്ട്. ഒരു ദളം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അത് ഒതുക്കി ഇടുമ്പോൾ ഞാൻ കാണിക്കാം. ഒതുക്കി മിക്സിയിൽ തന്നെ വെച്ചേക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ആവട്ടെ കേട്ടോ. എന്നിട്ട് ഒതുക്കിയിട്ട് ചേർക്കാം. പിന്നെ കടുക് വറക്കണമെന്നുള്ളവർക്ക് കടുക് വറക്കാം. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം കേട്ടോ. ഓക്കെ, തേങ്ങ ഒതുക്കിയത്, തേങ്ങ, ചുമന്നുള്ളി, എരിവ് മുളക് പൊടി, ഒരു 2 തരി ജീരകം കേട്ടോ, ഒറ്റയ്ക്ക് ഒരല്ലി വെളുത്തുള്ളി ശരിയാക്കി ചേർക്കാം. നമുക്ക് ഒതുക്കട്ടെ. പച്ചപ്പ് മാറണം. പയറ് ചേർന്നപ്പോൾ കുഴഞ്ഞില്ലേ? അതെ. നന്നായിട്ട് അങ്ങ് കുഴഞ്ഞു. ഇത് ചെറുപയർ ചേർക്കുമ്പോൾ കുഴയും. നൊയമ്പിന് ഫുൾ നമ്മൾ ചെറുപയർ തന്നെയായിരുന്നു. അയ്യോ, പോഷക സമൃദ്ധം നീ എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ട് ചെറുപയർ അങ്ങ് മടുത്തു. അങ്ങനെയൊക്കെ നമുക്ക് ആവശ്യങ്ങളുണ്ട്. നമ്മുടെ മൂക്കയിലിരിക്കണേ എന്റെ പോലെ തേങ്ങ ഒതുക്കിയതായിരിക്കും, ഇങ്ങനെ തൂത്തായിരുന്നു. അവിടെ ഇരിക്കട്ടെ, പിന്നെ കളയാതൊക്കെ. ഇതാവട്ടെ കേട്ടോ. എപ്പോഴെങ്കിലും കളയാ. അടുക്കളക്കാർക്ക് അങ്ങനെയൊക്കെ ചിലതുണ്ടാവും. ഇപ്പൊ ചോറിന് കറി വിളമ്പുക. പടവലങ്ങ, ചെറുപയറ്, സവോള ഇട്ട് തേങ്ങ ഇട്ട തോരൻ. ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ബാക്കി മുളക് പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടി, എരിവ് മുളക് പൊടി, മഞ്ഞപ്പൊടി. ചോറിലേക്ക് ഓരോരുത്തർക്ക് ഇടുവാട്ടോ. കാരണം സമയം 1:45 അതുകൊണ്ടാട്ടോ. ചൂട് കൊണ്ടാട്ടോ, വേറെ ഒന്നും ആയിട്ടല്ല. വിശപ്പ് കുറവാ ചൂടായതുകൊണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാതെ പറ്റൂല്ലോ, നമുക്ക് എല്ലാവർക്കും ചൂടല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലൊരു കറിയായിരുന്നു കേട്ടോ. ഭയങ്കര സംഭവമൊന്നും പറയുന്നില്ല, പക്ഷെ റീസണബിളി ഗുഡായിരുന്നു. ഈ പടവലങ്ങ ഒറ്റയ്ക്ക് കറി ഉണ്ടാക്കുമ്പോഴത്തേനും അതിനൊരു മക്കൊക്കെ ഉണ്ടാവില്ലേ, ഇത് ചെറുപയറും കൂടെ ചേർത്തപ്പോൾ അതൊക്കെ ഒഴിവായി നല്ലൊരു രസമായിട്ട് തോന്നി ഊണിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. നല്ല കറിയായിരുന്നു കേട്ടോ. പിന്നെ നൊയമ്പ് സമയത്താണ് ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ഓരോ ദിവസവും മാറ്റിമറിച്ചൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മളിവിടെ ചെറുപയറും പടവലങ്ങയും കൂടെ ചേർത്തുണ്ടാക്കിയത്. എല്ലാവർക്കും ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടോ. നന്നായിട്ട് തന്നെ കഴിക്കുകയും ചെയ്തു.